നമസ്കാരം. 5 വർഷങ്ങൾക്ക് മുമ്പ് ഖുറാൻ കത്തിക്കൽ ക്യാമ്പയിന്റെ പേരിൽ നിന്ന് കത്തിയ രാജ്യങ്ങളാണ് നോർവേയും ഡെൻമാർക്കും സ്വീഡനുമൊക്കെ. ഇറാഖി ആക്ടിവിസ്റ്റ് സൽവാൻ മോമിക സ്വീഡനിലെ വസതിയിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മേഖലയിൽ മതകാലുഷ്യം വർദ്ധിക്കുകയാണ്. മോമികയ്ക്ക് ആദരമായി നെതർലാൻഡ്സിലെ ടർക്കിഷ് എംബസിക്ക് മുന്നിൽ വലതുപക്ഷ നേതാവ് റാസ്മസ് പലൂദാൻ കഴിഞ്ഞ ദിവസം ഖുറാൻ കത്തിച്ചിരുന്നു. മോമികയുടെ ജീവൻ നഷ്ടമായതും ഖുറാൻ കത്തിച്ചതിന്റെ പേരിലാണ്. ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിലും ഖുറാൻ കത്തിച്ചതിന്റെ പേരിലും മതമൗലികവാദികളുടെ കണ്ണിൽ കരടായ മോമിക കഴിഞ്ഞ ദിവസം സ്വീഡനിലെ വസതിയിൽ ടിക്ടോക്ക് ലൈവിനിടയിലാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഇറാഖിൽ നിന്ന് സ്വീഡനിൽ അഭയം തേടിയ ആക്ടിവിസ്റ്റ് ആയിരുന്നു മോമിക. എക്സ് മുസ്ലിമായ അദ്ദേഹം ഇസ്ലാമിക്കിന്റെ കടുത്ത വിമർശകനായിരുന്നു. അതിന്റെ പേരിൽ നിരവധി വധഭീഷണികൾ നേരിട്ടിരുന്നു. ഒടുവിൽ അജ്ഞാതരായ അക്രമികളുടെ തോക്കിനിരയായി മോമിക അന്ത്യശ്വാസം വലിച്ചു. ഇസ്ലാമിസ്റ്റുകളാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് സൂചന. ഇതിന്റെ അന്വേഷണം പുരോഗമിക്കവെയാണ് വീണ്ടും ഖുറാൻ കത്തിക്കലുണ്ടായത്. ഫെബ്രുവരി 1 ഡെൻമാർക്കിലെ ടർക്കിഷ് എംബസിക്ക് മുൻപിലായിരുന്നു പലൂദാന്റെ പ്രതിഷേധം. ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ സ്ഥിതി ചെയ്യുന്ന ടർക്കിഷ് എംബസിക്ക് മുൻപിൽ ഒരു കെട്ട് ഖുറാനുകളുമായി പലൂദാൻ എത്തി. തുടർന്ന് കൂട്ടിയിട്ട് കത്തിക്കാൻ തുടങ്ങി. ഇസ്ലാമിലെ അസമത്വത്തിനും അനീതിക്കുമെതിരായ പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിച്ച മോമികയ്ക്ക് വേണ്ടിയാണ് തന്റെ പ്രതിഷേധമെന്ന് ഖുറാൻ കത്തിച്ചതിനു ശേഷം റാസ്മസ് പലൂദാൻ വ്യക്തമാക്കി. ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട മോമികയെ ആദരിക്കുന്നുവെന്ന് പലൂദാൻ പറഞ്ഞു. ഇസ്ലാമിന്റെ നിശിത വിമർശകനായ റാസ്മസ് പലൂദാനും വധഭീഷണികൾ നേരിടുന്നുണ്ട് എന്നതും മറ്റൊരു വസ്തുത. ഇസ്ലാമിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നതിനായി 2017 ഒരു രാഷ്ട്രീയ പാർട്ടിയും പലൂദാൻ രൂപീകരിച്ചിരുന്നു. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അദ്ദേഹം 2017 മുതൽ യൂട്യൂബിൽ ചാനൽ തുടങ്ങി വീഡിയോകൾ പങ്കുവെക്കുന്നുണ്ട്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദം നേടിയിട്ടുണ്ട്. നേരത്തെ ഡെൻമാർക്കിൽ ഇയാൾ ഖുറാൻ കത്തിച്ചുള്ള സമരത്തിന് നേതൃത്വം നൽകിയിരുന്നു. അന്ന് ലോകം മുഴുവൻ അതിശക്തമായി പ്രതിഷേധം അറിയിച്ചിരുന്നു. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ കലാപവും ഉണ്ടായിരുന്നു. പിന്നീട് 2019 മുസ്ലിം വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ 14 ദിവസം ഡെൻമാർക്ക് ഇയാളെ ജയിലിലും അടച്ചിരുന്നു. ആ സംഭവത്തിനു ശേഷം വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാതിരുന്ന പലൂദാൻ കൃത്യം 1 വർഷത്തിനു ശേഷം വീണ്ടും ഇസ്ലാം വിരുദ്ധ പ്രചാരണവും ഖുറാൻ കത്തിക്കലും നടത്തി. ആ സംഭവത്തിൽ ഇയാൾക്ക് 2 മാസം കൂടി തടവ് ശിക്ഷ ലഭിച്ചു. പലൂദാന്റെ പിതാവ് സ്വീഡൻകാരനാണ്. അതിനാൽ തന്നെ ഇദ്ദേഹത്തിന് സ്വീഡനിലും പൗരത്വമുണ്ട്. പാർട്ടിക്ക് അനുയായികളുമുണ്ട്. 2020 ഇദ്ദേഹം സ്വീഡനിലെ മാൽമോയിൽ ഖുറാൻ കത്തിച്ച് സമരം നടത്തിയിരുന്നു. അന്നും പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ട് ധാരാളം വാഹനങ്ങൾക്ക് പ്രതിഷേധകർ തീയിട്ടിരുന്നു. ഇതിന്റെ പേരിൽ 2 വർഷം സ്വീഡൻ ഇദ്ദേഹത്തിന് പ്രവേശന വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. ഫ്രാൻസിലും ബെൽജിയത്തിലും ഇദ്ദേഹം ഖുറാൻ കത്തിച്ചുള്ള സമരത്തിന് നേതൃത്വം നൽകിയിരുന്നു. ഖുറാൻ കത്തിച്ചുള്ള സമര ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നാണ് പലൂദാൻ പലപ്പോഴും വാദിക്കാറുള്ളത്. മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ളവർ മാത്രം സ്വീഡനിലും ഡെൻമാർക്കിലും കുടിയേറിയാൽ മതി എന്ന അഭിപ്രായക്കാരൻ കൂടിയാണ് ഇയാൾ. ഇത്രയും തീവ്ര മതവംശീയ വെറിയുമായി നടക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നേരെ വധശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. 2020 ഡെൻമാർക്കിലെ ആസസിൽ ഒരു പ്രകടനത്തിന് തയ്യാറെടുക്കുമ്പോൾ കത്തിയുമായി ഒരാൾ പലൂദാന് നേരെ പാഞ്ഞെടുത്തിരുന്നു. പക്ഷേ അന്ന് അയാളെ പോലീസ് രക്ഷപ്പെടുത്തി. ഒരിക്കൽ ഇസ്ലാം വിരുദ്ധ പ്രകടനം നടത്തിയപ്പോൾ പലൂദാന് നേരെ സിറിയയിൽ നിന്നും കുടിയേറിയ ഡെൻമാർക്കിലെത്തിയ 24-കാരൻ ഒരു പാറക്കഷ്ണം എറിഞ്ഞു. അന്ന് ഭാഗ്യം കൊണ്ടായിരുന്നു അദ്ദേഹം രക്ഷപ്പെട്ടത്. ഡെൻമാർക്കിലും സ്വീഡനിലും വർദ്ധിച്ചു വരുന്ന മുസ്ലിം ജനസംഖ്യയാണ് ഇയാളെ കൂടുതൽ ഇസ്ലാം വിരുദ്ധനാക്കുന്നത്. 2017 പ്യൂ റിസർച്ച് പ്രകാരം സ്വീഡനിൽ ഏകദേശം 8.1 ലക്ഷം മുസ്ലിങ്ങളുണ്ട്. ഇത് സ്വീഡനിലെ ആകെയുള്ള 1 കോടി ജനസംഖ്യയുടെ 8.1% വരും. അഭൂതപൂർവമായ ഇസ്ലാം വളർച്ച തടയണമെങ്കിൽ ഇനിയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം തടയണമെന്ന അഭിപ്രായക്കാരനാണ് പലൂദാൻ. അതിന് തീവ്രമാർഗം സ്വീകരിക്കേണ്ടി വരുമെന്നും ഇയാൾ പറയുന്നു. ഡെൻമാർക്കിൽ 1980 വെറും 0.6% മാത്രം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നിടത്ത് 2020 കണക്കെടുത്താൽ ഏകദേശം 2.56 ലക്ഷം മുസ്ലിങ്ങൾ ഉള്ളതായിട്ടാണ് റസ്മുസ് പറയുന്നത്. ഇത് ഡെൻമാർക്കിലെ ആകെ ജനസംഖ്യയുടെ 4.4% വരും. ഇവർ കുടിയേറിയ രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുകയാണെന്നും ഇതിന്റെ പ്രതിഷേധമാണ് താൻ കാണിക്കുന്നതെന്നും പലൂദാൻ പറയുന്നു. നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയോടാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കാറുള്ളത്. ഈ ശാന്തതയ്ക്കും സമാധാനത്തിനുമെല്ലാം പ്രധാന കാരണമായി അവിടെ നടന്ന പഠനങ്ങളിൽ എടുത്തു പറയുന്ന കാര്യം ആ നാട് ഒരു മതരഹിത സമൂഹമാണെന്നാണ്. അതായത് മതങ്ങളില്ല എന്നല്ല, പൊതുസമൂഹത്തിൽ മതം പ്രബലമല്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇവിടെ കാര്യങ്ങളാകെ മാറിമറിയുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ സ്വീഡൻ അടക്കമുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ പലതവണയാണ് നിന്ന് കത്തിയത്. പ്രശ്നം ഇസ്ലാമിസ്റ്റുകളും അതിനെ എതിർക്കുന്ന വലതുപക്ഷവും തമ്മിലായിരുന്നു. സിറിയൻ, അഫ്ഗാൻ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും മടിച്ചു നിന്നപ്പോൾ അവരെ സ്വീകരിച്ച നാടാണിത്. ഇപ്പോൾ അതേ കുറ്റത്തിന്റെ പേരിൽ അഭയാർത്ഥികളായി എത്തിയവരും കുടിയേറി എത്തിയവരുമായ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചതോടെയാണ് ഈ രാജ്യങ്ങളിൽ പ്രശ്നം തുടങ്ങിയത്. ഇതോടെ ശാന്തമായി ഒഴുകുന്ന ഈ നാടിന്റെ അവസ്ഥയും തെറ്റി. ഇടക്കാല ശാന്തതയ്ക്ക് ശേഷം സ്വീഡനിൽ നിന്ന് സംഘർഷത്തിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇനി ഖുറാൻ കത്തിക്കൽ കൂടി ആയതോടെ കാര്യങ്ങൾ പിടിവിടുമെന്ന ആശങ്കയും ശക്തമാണ്.